അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വആലിഹി വസ്വഹാബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ലോക ജനതയിലേക്ക് സന്തോഷ വാർത്തയും താക്കീതുമായി വന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുന്നു, പറയുക പ്രവാചകരെ, അള്ളാഹു ഏകനാകുന്നു. അള്ളാഹു ഏവർക്കും ആശ്രയമായിട്ടുള്ള സൃഷ്ടാവാകുന്നു. അവൻ ജനിച്ചിട്ടില്ല, അവൻ ജനിപ്പിച്ചിട്ടില്ല, അവന് തുല്യമായി യാതൊന്നും തന്നെയില്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനങ്ങൾ ലോകത്തോടായി എന്നോ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ വാക്യങ്ങൾ ഇന്നും ലോകത്ത് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു, കാതുകളിൽ പ്രതിധ്വനിക്കുന്നു, മനസ്സുകളിൽ പ്രകമ്പനമുണ്ടാക്കുന്നു. ഇനി ഓരോ മനുഷ്യരും ഈ വചനങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം, സ്വന്തം മനസ്സിനോട് തന്നെ. ദൗർബല്യങ്ങളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി ഓരോ നിമിഷവും മനസ്സിന്റെ പക്വതയും വിവേകവും നിലനിർത്താൻ വേണ്ടി അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാകണം. അതിനായി അള്ളാഹുവുമായുള്ള പാർശ്വത്തിൽ നാം മുറുകെ പിടിക്കണം. അള്ളാഹു അഹദ്. പരിശുദ്ധ ഖുർആനിലെ 112 അധ്യായമായ ഇഖ്ലാസ് മറ്റ് അധ്യായങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയ ഒരു അധ്യായമായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ അധ്യായം പരിശുദ്ധ ഖുർആനിന്റെ 1/3 ഭാഗത്തിന് തുല്യമാണെന്ന്. ഇത് ബുഖാരിയും മുസ്ലിമും മറ്റു ഹദീസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാഹു അഹദ് മനക്കരുത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും സഹനത്തിന്റെയും മന്ത്രോച്ചാരണമാകുന്നു. ഏതൊരു പ്രതിസന്ധിയിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ ഈ വചനങ്ങൾ കൊണ്ട് സാധിക്കും. അല്ലാഹു അഹദ് മനസ്സിൽ മങ്ങാത്ത ഒരു പ്രകാശത്തിന് തിരികൊളുത്തുന്നു. ഓരോ വിശ്വാസിയും നടക്കേണ്ട നേരായ മാർഗമാണ് ഈ പ്രകാശത്തിലൂടെ ദർശനമാകുന്നത്. ഉന്നതമായ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അഹദ് എന്ന ആശയം അവിടുന്ന് ഉൾക്കൊള്ളുകയും ജീവിച്ച് കാണിച്ചു കൊടുക്കുകയുമാണ് പ്രവാചകൻ ചെയ്തത്. ലോകത്തെ ഏവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായി മാറാൻ പ്രവാചകന് സാധിച്ചത് അല്ലാഹു അഹദിന്റെ ശക്തി കൊണ്ടായിരുന്നു. ശക്തമായ ഒരു മനസ്സിന് മാത്രമേ തൗഹീദ് ഏറ്റെടുക്കാനും ആ വിശ്വാസം പരിപാലിച്ച് മുന്നോട്ട് പോകാനും സാധിക്കൂ. സ്വഹാബത്തായിരുന്ന ബീബി സുമയ്യ റളിയല്ലാഹു അൻഹ, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ അള്ളാഹുവിന്റെ ഏകത്വത്തിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ ലോകത്ത് തുല്യതയില്ലാത്ത ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും അവരുടെ നാവിൽ നിന്നും പുറത്തു വന്ന മന്ത്രം അല്ലാഹു അഹദ് അഹദ് എന്നായിരുന്നു. അചഞ്ചലമായ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് അവർ അള്ളാഹുവിലേക്ക് യാത്രയായി. പരിശുദ്ധ ഖുർആനിന്റെ വഴിയിലൂടെ നടന്ന് വിശ്വാസത്തിന്റെ വിജയത്തിലേക്കും സംതൃപ്തമായ അന്ത്യയാത്രയിലേക്കും നടന്നെടുക്കാൻ ഈ വചനം നമുക്കും പ്രചോദനമാകട്ടെ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്.